കേറുമ്പോഴേ ഒരു വിഷമം വരുന്നല്ലേ. എനിക്ക് വിഷമം വരുന്നടാ. ലക്ഷ്മി ഇവളുണ്ടാക്കിയതാണ്. എന്താണ് ഇതെന്തുവാടാ? ക്ലേ ആണോ? ടാലന്റഡ് ഗേൾ ഓഫ് ദി ഇന്ത്യ. ഇതിന്റെ പെയിന്റ് അടിച്ചതും അവളാണ്. എടാ ഇത് പെയിന്റ് അടിച്ചതും നീയല്ലേ ശ്രീലക്ഷ്മി? ഇത് ഫുള്ള് നീ അടിച്ച നീയല്ലേ? അതെല്ലാം അടിച്ചത് അവളാണ്. ശ്രീലക്ഷ്മിനെ ഫോളോ ചെയ്ത് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ശ്രീലക്ഷ്മി ഇപ്പൊ പറഞ്ഞു കേട്ടോ, അവള് ഫേമസ് ആയിന്ന്. ഇവളെ ഞാൻ ഫേമസ് ആക്കണോ? എന്റെയൊക്കെ താക്കോല് നിന്റെ കയ്യിലുണ്ടോ? ഓ തുറന്ന്. നമ്മൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ഇന്ന് ഇവിടെ ആരും വന്നില്ല, അല്ലെങ്കിൽ തിരക്കായിരിക്കത്തില്ല എപ്പോഴും. ആയിരുന്നോ? അല്ല, അവിടുന്ന് കേറാനായിട്ട് നിങ്ങൾ പൂട്ടിയേക്കാണോ? ഇത് അച്ഛന്റെ ബുള്ളറ്റ് അല്ലേ? കലാഭവൻ മണിയുടെ ആഗ്രഹം നിറവേറ്റാൻ നടന്റെ മകളായ ശ്രീലക്ഷ്മി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മണിയുടെ ആഗ്രഹമായിരുന്നു പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് ഒരു ചികിത്സാ സഹായം നൽകുന്ന ഒരു ആശുപത്രിയിൽ മകളെ ഡോക്ടറാക്കുക എന്നതും. അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂസ് വീഡിയോസ് നമ്മൾ എടുത്തു നോക്കിയാലും അതിൽ അദ്ദേഹം പലപ്പോഴും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ശ്രീനാരായണ കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൽ MBBS 4ാം വർഷ വിദ്യാർത്ഥിനിയാണ് മണിയുടെ ഏക മകളായ ശ്രീലക്ഷ്മി. ചാലക്കുടിയിലെ നടന്റെ വീടായ മണികൂടാരത്തിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കൂട്ടുകാരി ശില്പയുടെ ബ്ലോഗിലൂടെയാണ് വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അച്ഛന് പിറന്നാൾ സമ്മാനമായി കിട്ടിയ ആന, താൻ വരച്ച ചിത്രങ്ങൾ, അച്ഛന്റെ ഓർമ്മ കുടീരം, ബുള്ളറ്റ്, അങ്ങനെ എല്ലാ ഓർമ്മകളും ശ്രീലക്ഷ്മി പങ്കുവയ്ക്കുന്നുണ്ട്. അച്ഛന്റെ മരണം നൽകിയ ആ ഒരു വേദനയിലാണ് ശ്രീലക്ഷ്മി 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. കലാഭവൻ മണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മകളെ ഒരു ഡോക്ടറാക്കണം എന്നത് തന്നെയായിരുന്നു. അങ്ങനെയാണ് 2 വർഷത്തോളം കാത്തിരുന്ന് എൻട്രൻസ് പരിശീലനം നടത്തി ശ്രീലക്ഷ്മി MBBS പ്രവേശനം നേടുന്നത്. മകൾക്ക് പഠിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് കോളേജിന് തൊട്ടടുത്ത് ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ് അമ്മ നിമ്മിയും. വല്ലപ്പോഴും അവധിക്ക് മാത്രമാണ് നിമ്മിയും മകളും ചാലക്കുടിയിലെ വീട്ടിലേക്ക് എത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമെന്നല്ലോ, അദ്ദേഹം 2016 മരണപ്പെടുന്നത്. കലാഭവൻ മണി എന്ന ആ ഒരു അതുല്യ കലാകാരനെ ഇന്നും മറക്കാൻ ആർക്കും കഴിയില്ല. അദ്ദേഹത്തിന്റെ നാടൻ പാട്ടുകൾ തന്നെ നമ്മളെ ഏവരെയും ത്രസിപ്പിച്ചത് തന്നെയാണ്. ഇന്നത്തെ തലമുറകൾക്ക് ആ ഒരു പാട്ടിനോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏകദേശം ഇഷ്ടമാണ്. നമ്മളാ പറയുന്ന പഴയ, നമ്മളൊക്കെ വിചാരിക്കുന്ന പഴയ തലമുറയിലുള്ള അല്ലെങ്കിൽ 80s 90s അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പാട്ടുകളോട് കമ്പം തോന്നിയത്. എന്നാൽ അങ്ങനെയല്ല, ഇപ്പോഴത്തെ 20 കിഡ്സിന് പോലും നമ്മുടെ കലാഭവൻ മണി ചേട്ടന്റെ പാട്ടുകൾ വളരെയേറെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം എടുത്ത് നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം വളരെ സങ്കടത്തിലാണ്. പ്രേക്ഷകർ എല്ലാവരും നെഞ്ചോട് ചേർത്ത് വെച്ച് തന്നെയാണ് ആ ഒരു കുടുംബത്തെ സ്നേഹിക്കുന്നത്. പ്രത്യേകിച്ചും മണിച്ചേട്ടന്റെ ഭാര്യയായ നിമ്മി. നമ്മൾ അധികമൊന്നും ഇവരെ പുറത്തൊന്നും കാണാറില്ല. അവര് വീഡിയോസിലായാലും അല്ലെങ്കിൽ മറ്റുള്ള ഇന്റർവ്യൂസിലായാലും വളരെ റെയറായിട്ട് തന്നെയാണ് കാണാറുള്ളത്. ഇപ്പോൾ പോലും ശ്രീലക്ഷ്മി തന്നെ ശ്രീലക്ഷ്മിയുടെ ഒരു കൂട്ടുകാരിയുടെ ബ്ലോഗിലൂടെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. അല്ലാതെ ശ്രീലക്ഷ്മിയെ നമ്മൾ തെരഞ്ഞു പോയാൽ പോലും നമുക്ക് അങ്ങനെ ഒന്നും കാണാൻ സാധിക്കില്ല. സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അച്ഛനെ സ്നേഹിക്കുന്നത് പോലെ മകളെയും സ്നേഹിക്കുമായിരുന്നു. പക്ഷെ അതിനൊന്നും ഈ ശ്രീലക്ഷ്മി മുതിർന്നില്ല. കാരണം അച്ഛന്റെ ആഗ്രഹം എന്താണോ അത് സാധിക്കുക എന്ന് മാത്രമായിരുന്നു ആ മകളുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ഈ ഒരു വീഡിയോയില് നമ്മുടെ രേണു എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ ഇത് അബദ്ധവശാൽ രേണു പോസ്റ്റ് ചെയ്തതാണെങ്കിൽ രേണു തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അതിന്റെ അടുത്ത് എന്തിനാണ് ആ ഒരു തുണിയെടുത്ത് മുകളിൽ പൊക്കി വെച്ചിട്ട് ആ ഒരു വീഡിയോ തന്നെ വീണ്ടും പോസ്റ്റ് ചെയ്തേ എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്നും അറിയില്ല. പുള്ളിക്കാരി തന്നെ ഡയറക്റ്റ് ആ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അത് കംഫർട്ട് ഇല്ല എന്നുള്ള രീതി. പെട്ടെന്നെടുത്ത് ആ ഒരു ഭാഗത്തെ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ തന്നെ വൾഗാരിറ്റി അവർക്ക് തോന്നിയെങ്കിൽ എന്തിനാണ് ഇതേ വീഡിയോ തന്നെ അവർ പോസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. എന്തായാലും ഇതേപോലത്തെ വീഡിയോസുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ രേണു സുധിയുമായിട്ട് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്നത്. അവരും കൊല്ലം സുധിയുടെ ഭാര്യ എന്ന ലേബലിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ അദ്ദേഹം മരണമടഞ്ഞു കഴിഞ്ഞ് മലയാളികൾക്ക് ഏറ്റവും വിഷമമായിട്ടുള്ള ഒരു കാര്യം, അതായത് ഒരു അതുല്യ കലാകാരൻ തന്നെയായിരുന്നു കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ. അദ്ദേഹത്തെ നമുക്ക് സ്റ്റാർ മാജിക്കിലൂടെയാണ് അറിയാവുന്നത്. ഇനി മറ്റൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം.
വീഡിയോയിലും കണ്ടല്ലോ, ഇതിലും പ്രത്യേകിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിൽ നമ്മൾ രേണു ഒരു ഫോട്ടോഷൂട്ട് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അതില് ഒരു പാവാടയും ബ്ലൗസാണ് ധരിച്ചിരിക്കുന്നത്. പാവാടയും ബ്ലൗസും ഇങ്ങനെയാണ് ധരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രേണുവിനെ ഒക്കെ മോഡൽ രേണു എന്ന പേരിലാണ് പുള്ളിക്കാരി അറിയപ്പെടുന്നത്. അപ്പം ആ ഒരു സെലിബ്രിറ്റി ലെവലിൽ വന്നിരിക്കുന്ന ഇവര് മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായിട്ട്, അതായത് മറ്റൊരു ഹണി റോസ് ആകാനുള്ള ശ്രമമാണോ? ഇതൊക്കെ കമന്റ് ബോക്സിലുള്ള ചോദ്യങ്ങളാണ്. പൊതുവെ നമുക്കും തോന്നിയത് അത് തന്നെയാണ്. മറ്റൊരു ഹണി റോസിനെ പോലെ ആകാനുള്ള ശ്രമമാണോ രേണു ഈ നടത്തുന്നത് എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ആ ഒരു പാവാടയും ബ്ലൗസും ധരിക്കുന്നത് ഇങ്ങനെയാണോ? ഇങ്ങനെ ധരിച്ചാണോ നമ്മൾ പബ്ലിക്കിന് മുന്നിൽ പോകുന്നത്? അല്ല, എന്താണ് ഇവിടെ അവർ ഉദ്ദേശിച്ചത്? പൊതുവെ അവരുടെ വീഡിയോസിന് എല്ലാം സൈബർ അറ്റാക്ക് വരുന്നത് തന്നെയാണ്. പക്ഷെ ഈ ഒരു വീഡിയോക്ക് അവര് നല്ലോണം സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട് കേട്ടോ. അതിനെ അവർ വീണ്ടും വീണ്ടും ഇതിനെ പോസ്റ്റ് ചെയ്ത് അതിന് കൊടുക്കുന്ന ക്യാപ്ഷനാണ് അതിനേക്കാളും ബഹുരസം. ശക്തരായ സ്ത്രീകൾക്ക് ആറ്റിറ്റ്യൂഡുകളില്ല, ഞങ്ങൾക്ക് മാനദണ്ഡങ്ങളുണ്ട്. ഇതായിരുന്നു അതിന്റെ ഒരു അടിക്കുറിപ്പ് നമ്മുടെ രേണു നൽകിയിരുന്നത്. എന്തായാലും പുതിയ ഫോട്ടോഷൂട്ടും പ്രതീക്ഷിച്ചതുപോലെ നല്ല രീതിയിൽ വൈറലാകുന്നുണ്ട്. പിന്നാലെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളുമുണ്ട്. രേണുവിൻ്റെത് സഭ്യമല്ലാത്ത രീതിയിലുള്ള വസ്ത്രധാരണമാണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. കാരണം അവരുടെ ഫോട്ടോഷൂട്ട് വീഡിയോയിലെല്ലാം അത്തരത്തിലുള്ള കോലങ്ങൾ തന്നെയാണ്. കമന്റുകളിൽ ഏറെയും നമ്മുടെ രേണുവിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് കമന്റുകൾ ഏറെയും വന്നിരിക്കുന്നത്. ചേച്ചിയോട് ഇഷ്ടമുള്ളത് കൊണ്ട് പറയുകയാണ്, ഈ പോക്ക് അത്ര നല്ലതിനല്ല, വേറെ എന്തെങ്കിലും പണിക്ക് പോയി ജീവിച്ചുകൂടെ? സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നുവെങ്കിലും കുഴപ്പമില്ല, ഇനി നീയൊക്കെ എനിക്ക് പണം തരുമോ എന്ന് ചോദിച്ചു വരണ്ട. കാരണം രേണുവിനോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച രേണു ചോദിക്കുന്ന മറു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ വീട്ടിലിരിക്കാം, എനിക്ക് ചിലവിനുള്ളത് നിങ്ങൾ താ എന്നാണ് അവർ പറയുന്നത്. അല്ല, ഇതുപോലെ തന്നെയാണോ നമ്മുടെ മണിച്ചേട്ടന്റെ ഭാര്യ ഇറങ്ങി നടക്കുന്നതും? അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിൻ അനീഫിന്റെ വൈഫ്, അവരൊക്കെ ഇതുപോലെ തന്നെയാണ് നടക്കുന്നത്. അവരൊക്കെ ഈ ഒരു സിനിമാ മേഖലയിൽ പുറത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരെയൊക്കെ നമ്മൾ കാണുന്നത് തന്നെ വളരെ അപൂർവമായിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് മണിച്ചേട്ടന്റെ കാര്യം തന്നെ നമുക്കറിയാലോ. മകളെ കഷ്ടം, അതായത് അച്ഛന്റെ ആഗ്രഹം എന്താണോ അത് നേടിക്കൊടുക്കാൻ, അത് നിറവേറ്റാനുള്ള ശ്രമത്തിലാണ് ആ ഒരു അമ്മയും മകളും. അതുപോലെ തന്നെയാണ് കൊച്ചിൻ അനീഫയുടെ ഭാര്യയായ അവരും. ഈ കൊച്ചിൻ അനീഫ മരിച്ചിരുന്ന സമയത്ത് പോലും ഇവരുടെയൊക്കെ ട്വിൻസ് മക്കളായിരുന്നു അല്ലെ? അതായത് അങ്ങനെ ഒരു വലിയൊരു സാമ്പത്തികം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. അവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ആ ഒരു മക്കളെ അവർ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇപ്പോഴും നോക്കുന്നതും എടുക്കുന്നതും ഒക്കെ. അപ്പം അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇവിടെ രേണു കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, രേണു ഒരു വിധവ എന്ന ലേബിൾ, അല്ലെങ്കിൽ കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു ലേബിളിൽ എന്തൊക്കെയാണ് പേക്കൂത്തുകൾ കാണിക്കുന്നത്? തുണി കുറഞ്ഞു വരുവാണല്ലോ, ശരീരം കാണിച്ചല്ല സ്ത്രീയുടെ ശക്തി തെളിയിക്കേണ്ടത്. നല്ലൊരു കമന്റാണ്. സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഭൂമി മറച്ചിട്ടേനെ. ഇതിപ്പോ ഉടുക്കാൻ മറന്നുപോയതാണോ അതോ ഉടുത്തത് അഴിഞ്ഞു പോയതാണോ? ഇനിയിപ്പോ ഉടുക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഒന്നും അങ്ങനെ മനസ്സിലാകുന്നില്ല. ഒന്നുറപ്പാണ്, കൊല്ലം സുധിയുടെ ആളുകൾക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നു, അതുകൂടി ഇല്ലാണ്ടാക്കരുത്. ഇവരിപ്പോഴും പറയുന്നുണ്ടല്ലോ പ്രായപൂർത്തിയായ ഒരു മകനുണ്ടെന്നും. അഭിമാനമുള്ള ഒരു മക്കളും അമ്മയെ ഇത്തരം വിഷയത്തിലും ഭാവത്തിലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അവന് പരിമിതികൾ ഉള്ളത് കൊണ്ട് മാത്രം ആ പാവം ഒന്നും മിണ്ടാതെ ഇരിക്കുന്നതാകാം. ശരിക്കും ഇപ്പോഴെനിക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്. പല സമയത്തും ഇവർ പറയുന്നുണ്ട് മകന്റെ സപ്പോർട്ടുണ്ട്, മകന്റെ സപ്പോർട്ടുണ്ട്, മകന്റെ സപ്പോർട്ടുണ്ട്. എങ്ങനെ സപ്പോർട്ട് ഉണ്ടാകാൻ തോന്നും? അവനൊരു പ്രായപൂർത്തിയായ ഒരു മകനാണ്, മറ്റുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവനാണ്, എത്ര 4 ആളുകളുടെ ഇടയിൽ കഴിയുന്നവനാണ്. അവന് ഇതൊന്നും ബാധിക്കില്ലേ? മേ ബി അവനും നാണക്കേട് ഉണ്ടാകുന്നുണ്ടായിരിക്കും. അത് പുറത്ത് പറയുന്നത് നമുക്കറിയില്ല. സെലിബ്രിറ്റികളുടെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യമൊന്നും നമുക്ക് പലതും അറിയില്ല. പലതും പല കാര്യങ്ങളും ഇത്തരം വഷളാകുമ്പോൾ, ഈ ഒരു സ്ഥിതി വഷളാകുമ്പോഴാണ് ശരിക്കും അത് സോഷ്യൽ മീഡിയയിലേക്ക്, അപ്പോഴാണ് നമ്മൾ ഇത്തരത്തിൽ ഇവരെ കുറിച്ച് വിചാരിച്ചിരുന്നത് പോലെ അല്ല, അതായത് റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മേ ബി അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ രേണു എടുത്ത് പറയുന്നുണ്ട് കിച്ചു സപ്പോർട്ടാണ്. അറിയില്ല കിച്ചു ഏത് രീതിയിൽ സപ്പോർട്ടാണ്, അല്ലെങ്കിൽ കിച്ചു ഇത് വിമർശിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അതും നമുക്കറിയില്ല. രേണു, നീ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ഒരു പ്രതിഫലം തീർച്ചയായും നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അന്ന് നിന്നെ തലയിൽ വെച്ചവരൊക്കെ തറയിലടിക്കും. ഇങ്ങനെയാണ് ഓരോ കമന്റുകൾ പോകുന്നത്. ശരിക്കും രേണുവിനെ സ്നേഹിച്ചവർ തന്നെയാണ് ഇപ്പോൾ രേണുവിനെ വിമർശിക്കുന്ന രീതിയിൽ എത്തിയിരിക്കുന്നത്. കാരണം കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ അത്തരത്തിലാണ്. അവരുടെ ഇത്തരം വീഡിയോസുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു അരോചകം തോന്നുകയാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പോലും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. പലരും ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ചില ആളുകൾ, എല്ലാവരും ഇല്ല, ചില ആളുകൾ ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ട് നമ്മളെ വിമർശിച്ചുകൊണ്ടാണ് വരുന്നത്. നമ്മളെ വിമർശിക്കുന്നവർ അവരുടെ വീഡിയോ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ അവരുടെ വീഡിയോസ് എടുത്ത് നോക്കിയാലും മുൻപ് നമ്മളെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചിരുന്നത്. എന്നാണ് രേണു ഇത്തരത്തിലുള്ള ഒരു അതിര് ലംഘിച്ചോ അന്ന് മുതൽ രേണു ചെയ്യുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ് ഞാനടക്കമുള്ള മറ്റുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളും ഇതിനെ പ്രതികരിച്ച് രംഗത്ത് വരുന്നത്. അതിന് ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരത്തിലുള്ള കോലങ്ങളും കിട്ടി പബ്ലിക്കിന് മുന്നിൽ വരുമ്പോൾ ഇത് കേൾക്കാനുള്ള ബാധ്യതയും അവർ തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ ഇത്തരത്തിലുള്ള വേഷങ്ങളും ധരിച്ചു വരുന്നത്, അതായത് നെഗറ്റിവിറ്റിയിലൂടെ റീച്ച് ഉണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണ് ചെയ്യുന്നത്. കാരണം
ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അതിര് കടന്നുള്ള ഫോട്ടോഷൂട്ട് വീഡിയോസ് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രേണു സുധി എന്ന് അടിച്ചാൽ ചിലപ്പോൾ രേണു സുധിന്റെ ബിക്കിനി വേഷത്തിൽ വരെ കാണാൻ സാധിക്കുമോ എന്ന് വരെ നമുക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ആ ഒരു രീതി ആ ലെവലിൽ എത്തിയിരിക്കുന്നു. ഈ ഒരു ഫോട്ടോഷൂട്ട് തന്നെ കണ്ടില്ലേ, ഇത്തരത്തിലാണോ ഒരു പാവാടയും ബ്ലൗസും ധരിക്കുന്നത്? ഇതാണോ വരുന്ന തലമുറകൾക്ക് കാണിച്ചു കൊടുക്കേണ്ട വേഷം എന്ന് പറയുന്നത്? എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ വളരെ തെറ്റായിട്ടാണ് തോന്നിയത്. രേണു ആ ഒരു കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരനെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴാണ് നേരത്തേനേക്കാളും ഫേമസ് ആയി എന്ന് വേണം പറയണ്ടേ. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഒരു കലാകാരന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഇപ്പോൾ മരിച്ചപ്പോൾ ഏത് രീതിയിലാണ് അദ്ദേഹം ഫേമസ് ആവുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ആ പേരിനെയും കൂടെ കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ രേണുവിന്റെ ഓരോ പെരുമാറ്റങ്ങളും ഇതുപോലത്തെ രീതികളും കാണുമ്പോൾ തോന്നുന്നത്.